HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. UGC നെറ്റ് ഒഴിവാക്കുന്നു. ഇനി അധ്യാപക ഒഴിവുകളിലേക്ക്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്ക് നിങ്ങൾക്ക് നെറ്റിന്റെ ആവശ്യമില്ല. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. നമുക്ക് ഇന്നലെ UGCയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു നോട്ടീസ്, UGCയുടെ വെബ്സൈറ്റിൽ വന്ന ഒരു നോട്ടീസ് എല്ലായിടത്തും സംശയങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പീപ്പിൾ ആർ ടെൻസ്ഡ്, പീപ്പിൾ ആർ ഇൻ ഡൗട്ട്. വാട്ട് ഈസ് ദിസ് ന്യൂ അപ്ഡേറ്റ്? എന്താണ് നെറ്റിന് സംഭവിച്ചത്? എന്താണ് നെറ്റ് മാനദണ്ഡം അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് ഉപയോഗിക്കാത്തത്? എന്ത് മാറ്റമാണ് UGC കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ള സംശയങ്ങളും ഡൗട്ട്സുമാണ് എല്ലാവരുടെയും മനസ്സിൽ. ഇനി നെറ്റ് ആവശ്യമില്ലേ? നെറ്റ് ഇല്ലാത്തവർക്കും അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് അപ്ലൈ ചെയ്യാമോ? ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്താണ് മാനദണ്ഡം എന്നുള്ള സംശയത്തിലേക്കാണ് എല്ലാവരെയും ആ നോട്ടീസ് തുറന്നുവിട്ടത്. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദാറ്റ് നോട്ടീസ് ബൈ UGC. ജനറൽ കണ്ടീഷൻസ്, റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രൊമോഷൻസ്. കണ്ടോ, റിക്രൂട്ട്മെന്റിനും പ്രൊമോഷൻസിനും വേണ്ട കണ്ടീഷൻസിലാണ് മാറ്റം കൊണ്ടുവരുത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? HEI, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് പ്രൊഫസർ, ഈ 3 മേഖലകളിലേക്കും ഉള്ള റിക്രൂട്ട്മെന്റിന്റെയും ആ മേഖലകളിൽ നിന്നുള്ള പ്രൊമോഷന്റെയും മാനദണ്ഡങ്ങളിലാണ് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഇഫ് ദ ഡിസിപ്ലിൻ ഓർ സബ്ജക്ട് ഈസ് ചോസൺ ഇൻ ദ 4-year undergraduate program or postgraduate program NCRF level 6.5 or 7 is different from the chosen discipline subject in PhD, the discipline or subject in which the candidate obtained PhD shall be considered eligible for appointment as assistant professor. UG അല്ലെങ്കിൽ 4-year ഡിഗ്രി അല്ലെങ്കിൽ PG സബ്ജക്ട്സിൽ അല്ലാതെ PhD വേറെ ഏതെങ്കിലും സബ്ജക്റ്റിലാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ അവർക്ക് PhD ഏത് സബ്ജക്റ്റിലാണുള്ളത് ആ അടിസ്ഥാനത്തിൽ ആ സബ്ജക്റ്റിൽ മാത്രമേ എന്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ? അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇഫ് എന്താണ് the discipline subject chosen in the 4-year undergraduate program or postgraduate program is different from the chosen discipline of subject in NET or SET, the discipline or subject in which a candidate qualified NET or SET shall be considered eligible for appointment as assistant professor in that discipline or subject. അവിടെയും കണ്ടോ, നെറ്റിന്റെ വാലിഡിറ്റി പോകുന്നില്ല. നിങ്ങളുടെ 4-year ഡിഗ്രി അല്ലെങ്കിൽ 2-year PG അല്ലെങ്കിൽ 4-year ഡിഗ്രി 1-year PG എടുത്ത സബ്ജക്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റിലാണ് നിങ്ങൾ നെറ്റ് കൈവരിച്ചിട്ടുള്ളത് എങ്കിൽ നെറ്റ് കൈവരിച്ചിട്ടുള്ള ടോപ്പിക് ഏതാണോ, സബ്ജക്ട് ഏതാണോ, അതിലായിരിക്കും നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ലഭിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ബാക്കി മാനദണ്ഡങ്ങൾ? എ റിലാക്സേഷൻ ഓഫ് 5 marks shall be allowed at the undergraduate or the postgraduate level for the candidates belonging to scheduled caste. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലുള്ള റിലാക്സേഷൻ അല്ലെങ്കിൽ മാർക്ക് മാൻഡേറ്റിലുള്ള ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ റിലാക്സേഷൻസ്, മാറ്റങ്ങളില്ല. 5 mark റിലാക്സേഷൻ നെറ്റ് എക്സാമിലാണെങ്കിലും ബാക്കി ഇന്റർവ്യൂ പ്രോസസ്സിലാണെങ്കിലും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങളിൽപ്പെട്ട റിസർവേഷൻ ലഭിക്കുന്നവർക്ക് 5% മാർക്ക് റിലാക്സേഷൻ ഉണ്ട്. 1 or more qualifications in Indian language medium may be encouraged. ക്ലാസ് 12th or equivalent, UG, PG and PhD ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഇന്ത്യൻ ലാംഗ്വേജ് മീഡിയത്തിലാണ് എങ്കിൽ അവർക്ക് പ്രാതിനിധ്യമുണ്ട്. പബ്ലിക്കേഷൻ ഓഫ് ബുക്ക്, ചാപ്റ്റേഴ്സ് ആൻഡ് ബുക്സ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജ് മേ ബി എൻകറേജ്ഡ്. ഇന്ത്യൻ ലാംഗ്വേജുകളിൽ പബ്ലിക്കേഷൻസ് ഉള്ളവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. റിലാക്സേഷൻ ഓഫ് 5 marks shall be provided to the PhD holders who have obtained their postgraduate degree before 19 September 1991. 1991 മുമ്പ് PhD ലഭിച്ചിട്ടുള്ളവർക്ക് മാർക്ക് റിലാക്സേഷൻ ഉണ്ട്. ഇതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്ന മാനദണ്ഡങ്ങളാണ്. നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് ടു കൺസിഡർഡ് ബൈ ദ സെലക്ഷൻ കമ്മിറ്റി ഫോർ റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രൊമോഷൻ ഓഫ് യൂണിവേഴ്സിറ്റി കോളേജ് ടീച്ചേഴ്സ് ആർ. കണ്ടോ, എന്താണ് റിക്രൂട്ട്മെന്റിനും പ്രൊമോഷനും വേണ്ടി അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ കണക്കിലേക്ക് എടുക്കപ്പെടുന്ന നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ്. എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് റിക്രൂട്ട്മെന്റിന്റെയും പ്രൊമോഷന്റെയും ഭാഗത്തിൽ കണക്കിലെടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നത്? First one, contributions to innovating teaching contribution, research or teaching lab development,
consultancy or sponsored research funding as a principal investigator or co-principal investigator, teaching contributions in Indian languages, teaching, learning and research in Indian knowledge system, student internships or project supervision, digital content creation for MOOCs and community engagement and service, startup as per the intellectual property policies of higher education system registered with the registrar of companies. കണ്ടോ, ഇത്രയും മേഖലകളിൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, മുൻതൂക്കമുണ്ട്. റിക്രൂട്ട്മെന്റിന്റെ ഭാഗത്തിലും പ്രൊമോഷന്റെ ഭാഗത്തിലും അസിസ്റ്റന്റ് പ്രൊഫസറിൽ നിന്ന് പ്രൊഫസറിലേക്കും അസോസിയേറ്റ് പ്രൊഫസറിലേക്കും പ്രൊഫസറിലേക്കുമുള്ള പ്രൊമോഷൻസിലേക്കും അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ വാലിഡിറ്റി ഉയർത്തുന്ന എലമെന്റ്സ് ആയിട്ട് ഇവ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ UGCയുടെ വെബ്സൈറ്റിൽ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഷ്യൂ ആയിട്ടുള്ള നെറ്റ് ആവശ്യമില്ല എന്നുള്ള ഇൻഫർമേഷൻ, അതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെയാണ് നമ്മുടെ സെന്റർ ഓഫ് ഡിസ്കഷൻ വരുന്നത്. എ UG ഡിഗ്രി NCRF level 6 with at least 75% mark or a PG degree NCRF level 6.5 with at least 55% marks or an equivalent grade and a PhD degree NCRF level 8. കണ്ടോ, ഇവിടെ എന്താണ് മാനദണ്ഡം? PhD ഡിഗ്രി ഉള്ള പോസ്റ്റ് PhD, ഡോക്ടർ ഓഫ് ഫിലോസഫി PhD ഡോക്ടറേറ്റ് ഉള്ളവർ NCRF level 8. NCRF എന്താണെന്ന് നമുക്ക് സംസാരിക്കാം. എന്തിന്റെ കൂടെ? ഒന്നുകിൽ NCRF level 6 UG ഡിഗ്രി 75% മാർക്കോടുകൂടെ, അല്ലെങ്കിൽ NCRF level 6.5 55% മാർക്കോടുകൂടെ PG ഡിഗ്രി പ്ലസ് പ്ലസ് PhD ആൻഡ് PhD ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് PhDയും NCRF 6 ലെവലുള്ള ഡിഗ്രിയോ NCRF 6.5 ലെവലുള്ള PGO ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ഉപയോഗിക്കാം? PG ഡിഗ്രി NCRF level 6.5 with at least 55% mark and a qualification in the national eligibility test. കണ്ടോ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ മൂല്യം ഒരിടത്തും പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ നയത്തിൽ എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഉള്ള കാഠിന്യം കൂടിയിട്ടുണ്ട്. NCRF 6 ഉള്ള, അതായത് 4 year UGP വരും, അല്ലെങ്കിൽ 6.5 NCRF ലെവലുള്ള PG ഡിഗ്രിയോടൊപ്പം NCRF level 8 നൽകുന്ന PhDയും ഉള്ളവർക്ക് മാത്രമേ നെറ്റിന് തത്തുല്യമായിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, NCRF level 7 ഉള്ള, അതായത് ME MTech പോലെയുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ പരീക്ഷകളിൽ 55% കൂടി അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഗ്രേഡോട് കൂടി ജയിച്ചിട്ടുള്ളവർ, ക്വാളിഫൈ ചെയ്തിട്ടുള്ളവർക്കാണ് അവസരം, അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള അവസരം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, എന്താണ് UG ഡിഗ്രി NCRF level 6 അല്ലെങ്കിൽ PG ഡിഗ്രി NCRF level 6.5 with 55% and 75% for PG and UG respectively and PhD ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ നെറ്റിന് തത്തുല്യമായിട്ട് അല്ലെങ്കിൽ നെറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ കോമ്പിനേഷൻ ഇല്ലാത്ത പക്ഷം നമ്മുടെ പഴയ ക്വാളിഫിക്കേഷൻസ്, അതായത് PG ഡിഗ്രി വിത്ത് 55% NCRF level 6.5 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം? നമുക്ക് അപ്ലൈ ചെയ്യാം? അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആരും തന്നെ നെറ്റ് പരീക്ഷ ഇനി ആവശ്യമില്ല എന്ന് എഴുതി തള്ളേണ്ട ആവശ്യമില്ല. കാരണം PhD ഇല്ലാത്ത പക്ഷം, പ്രസ്തുത മാർക്ക് പേഴ്സൻറ്റേജുകൾ ഇല്ലാത്ത പക്ഷം നമുക്ക് നെറ്റ് അത്യാവശ്യം തന്നെയാണ്. ഇങ്ങനെയുള്ളൊരു മാനദണ്ഡത്തിൽ ദ ഈസിയർ ചോയ്സ് ഈസ് ക്വാളിഫൈങ് ദ UGC നെറ്റ് എക്സാം. നമുക്കറിയാം, ഇന്നലെ നടന്ന നെറ്റ് എക്സാം ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്കൊന്ന് ആഞ്ഞ് പിടിച്ചാൽ പിടിച്ചെടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ നെറ്റ്. സോ വി ഹാവ് സിറ്റുവേഷൻ ഹിയർ ദാറ്റ് നെറ്റ് അപ്ലൈയിങ് ഓർ അക്വയറിംഗ് നെറ്റ് ഹാസ് ബിക്കം ദ ഈസിയസ്റ്റ് വേ ടു മൂവ് ഇൻ ടു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്. ഇനി എന്താണ് NCRF? എന്താണ് NCRF
നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ NCRF എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, നമ്മുടെ പഠനത്തിൽ നമ്മൾ ഓരോ നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അക്കാദമിക വളർച്ചയെ ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഇവാലുവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളുടെ ഓരോ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ NCRF ലെവൽ ഉയർന്നു വരുന്നു. അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് അവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് NCRF ലെവൽ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കേ, NCRF 6.5 എന്ന് പറയുമ്പോൾ എന്താണ്? PG സെക്കൻഡ് ഇയർ ഓർ ഫസ്റ്റ് ഇയർ. കണ്ടോ, അങ്ങനെയുള്ള സ്റ്റുഡൻസിൽ കണ്ടോ, PG ഡിഗ്രിയോടുകൂടി കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് 6.5 ക്രെഡിറ്റ് ലിമിറ്റ് വരുന്നത്. 4 ഇയർ UG വിത്ത് ഓണേഴ്സ് ഉള്ളവർക്ക് മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? NCRF ലെവൽ 6 ലഭിക്കുകയുള്ളൂ. കണ്ടോ, 4 ഇയർ UG കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ NCRF ലെവൽ 6 ലഭിക്കുകയുള്ളൂ. സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള 3 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് 5.5 മാത്രമാണ് NCRF ലെവല് ലഭിക്കുക. 75 അല്ലെങ്കിൽ 55% മാർക്കോട് കൂടി PG പൂർത്തിയാക്കുന്നവർക്ക് എന്ത് ലഭിക്കും? 7.0 NCRF ലെവലും PG സെക്കൻഡ് ഇയർ ഓർ ഫസ്റ്റ് ഇയർ എന്തില് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 6.5 അല്ലെങ്കിൽ 1 ഇയർ PG ചെയ്യുന്നവർക്ക് 6.5 ക്രെഡിറ്റ് ലെവലും ലഭിക്കുന്നതാണ്. ഇതിനോടൊപ്പമാണ് PhD NCRF 8 വന്നാൽ മാത്രമേ നെറ്റിന് തത്തുല്യമാവുകയുള്ളൂ. മനസ്സിലായോ? ഒന്നുകിൽ 4 ഇയർ UG പ്ലസ് PhD, അല്ലെങ്കിൽ 4 ഇയർ UG പ്ലസ് 1 ഇയർ PG പ്ലസ് PhD, അല്ലെങ്കിൽ 3 ഇയർ UG പ്ലസ് 2 ഇയർ PG പ്ലസ് PhD ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? 3 ഇയർ PGക്ക് ലഭിക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ലെവല് 5.5 ആണ്. 4 ഇയർ UGക്ക് ലഭിക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റ് 6 ആണ്. 1 ഇയർ PGക്ക് ലഭിക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റ് 6.5 ആണ്. 2 ഇയർ PGക്ക് ലഭിക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റ് 7 ആണ്. ഇവിടെ എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇയർ UGക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 1 ഇയർ PG ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കില്ല? 6.5 ലഭിക്കില്ല. ആൻഡ് അതിനുശേഷം 2 ഇയർ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? 7.0 NCRF ലെവൽ ലഭിക്കുന്നത്. പക്ഷേ 4 ഇയർ UG ചെയ്യുന്നവർക്ക് മാത്രം 4 ഇയർ UG പൂർത്തിയാക്കുമ്പോൾ 6.0 ലെവൽ ലഭിക്കുന്നു. അതിനുശേഷം ഒരു വർഷത്തെ PG ഡിപ്ലോമ അല്ലെങ്കിൽ 1 ഇയർ PG NEP പ്രകാരം FIUGPക്ക് ശേഷം 4 ഇയർ UG പ്രോഗ്രാമിന് ശേഷം 1 ഇയർ PG പ്രോഗ്രാം ചെയ്യുന്നവർക്കാണ് 6.5 ലഭിക്കുക. ഇതിനോടൊപ്പം PhD ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള എക്സ്ട്രാ മാർക്കിംഗ് സ്കീമുകളും PhD വരെ ക്വാളിഫൈ ചെയ്ത് എത്താൻ നമുക്കറിയാം. ഒരു PhD ക്വാളിഫിക്കേഷൻ നമ്മളുടെ തീസിസ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ മിനിമം 5 ഇയേഴ്സ് വേണം. And it will take up to 5 to 7 to 8 years to complete your PhD. PG പൂർത്തിയാക്കിയ ഒരാൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഏറ്റവും എളുപ്പമാർഗം നെറ്റ് തന്നെയാണ്. അതിലൊരു വ്യത്യാസവും വന്നിട്ടില്ല. PhD നേടാത്ത പക്ഷം നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകുവാനുള്ള മാനദണ്ഡം കുറച്ചുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് PhD നിർബന്ധമാക്കിക്കൊണ്ടുള്ള നോട്ടീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 8 വർഷം മുതൽ 5 വർഷം വരെ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷവും എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും? PhD കംപ്ലീറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ PhD കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള വർക്കുകളൊന്നും തന്നെ എന്ത് ചെയ്യില്ല? നമ്മുടെ ടീച്ചിങ് എക്സ്പീരിയൻസ് ആക്കി കണക്കാക്കപ്പെടുകയും ചെയ്യില്ല. നിങ്ങളുടെ ആഗ്രഹം ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക, ഒരു കോളേജിയേറ്റ് അധ്യാപകനാവുക, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങളുടെ അധ്യാപക മികവ് പുറത്തു കൊണ്ടുവന്ന് നല്ല ക്ലിയർ കട്ടായിട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ, നിങ്ങൾ PG പൂർത്തിയാക്കിയ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഏകമാർഗം, എളുപ്പമാർഗം നെറ്റ് തന്നെയാണ്. നെറ്റിന്റെ സാധ്യതകൾ എങ്ങും പോയിട്ടില്ല. നെറ്റ് നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ നെറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും നെറ്റിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഹാർഡ് വർക്കും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. നമുക്ക്
നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ സ്വപ്നങ്ങൾ കൈവരിക്കാം. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആസ്പിരന്റ് സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെയും കൺഫ്യൂഷൻസ് അകറ്റുക. താങ്ക് യു.